കടയിലൊന്നുമില്ല. ഇതാണ് റിവർ, ഷറൈൻ റിവർ. ഓ, ഈ റിവറാണ് ഇപ്പൊ നമ്മൾ പോയ അതാണ് ആ ലേക്ക് ചെന്ന് ചേരും. ലേക്ക് ചെന്ന് ചേരും ഷറൈൻ റിവർ. നമ്മൾ ആ ഷെനവൻ കാണാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന റിവറാണ് ഇതിൽ കൂടെ തന്നെ. തടാകത്തിലേക്ക് നല്ലത് ചെന്ന് ചേരുമല്ല അല്ല, ഇനി ഇപ്പുറത്ത് മുമ്പ് എന്നാ അല്ലേ? അതെ, അതായത് ആ തടാകത്തിൽ നിന്നാണ്, വിക്ടോറിയ തടാകത്തിൽ നിന്നാണ് അവിടെ ഓവർഫ്ലോ ചെയ്യുന്ന വെള്ളമാണ് നൈൽ നദിയായിട്ട് അവിടെ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കോൾസായി ലേക്കിൽ നിന്ന് ഓവർഫ്ലോ ചെയ്യുന്ന വെള്ളം ആയിരിക്കും ഒരു കണ്ടെങ്കിലും അതിന് സെറ്റപ്പ് നടുക്കോട്ട് കയറ്റി ഒഴിക്കും. ഇതൊക്കെ സ്റ്റെപ്പ് ചെയ്യാം. കാരണം ആ കിർഗിസ്ഥാന്റെ ബോർഡറിലേക്ക് എത്തുമ്പോഴാണ് സ്റ്റെപ്പിയുടെ ഇത് കൂടുന്നത്, ഡെൻസിറ്റി കൂടുന്നത്. സ്റ്റെപ്പി എന്നാ ഇവിടെ നിർത്താം, ഫോട്ടോ എടുക്കാം. അവിടെ നിർത്താൻ പറ്റുന്നുണ്ട് സ്റ്റോപ്പിൽ. കാരണം നല്ല രസമായിരിക്കും ഇവിടുന്ന് അല്ലാണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ. അത്യാവശ്യക്കാർ മാത്രം ഇറങ്ങിയാൽ മതിയെ, പിള്ളേരല്ല കേട്ടോ. ഫോട്ടോ സ്റ്റോപ്പാണ്. എനിക്കെന്താണ് ഫോട്ടോ എടുക്കണം. ഈ പ്രദേശം കണ്ടോ, സ്റ്റെപ്പി പുല്ലാണ് ഇത് മൊത്തം. നല്ല രസമല്ലേ ഈ ഏരിയ കാണാൻ. കണ്ടോ, മലനിരകളാണ്. നമ്മുടെ വണ്ടി കിടക്കണുണ്ടോ, ഭയങ്കര രസമാണ്. ഇത് നേരിട്ട് കണ്ടെങ്കിലാണ് ഇതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഈ പുല്ലാണത് എല്ലായിടത്തും. ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു കൃഷിയാണ്, പക്ഷെ അതിൻ്റെ പൂക്കൾ കണ്ടോ, ഭയങ്കര ഭംഗിയാണേ. ഇവിടെ തണുപ്പാണേ, 22 ഡിഗ്രി. ഇത് അങ്ങ് മലയിൽ സ്നോ കാണാം. ഇത് എന്ത് കൃഷിയാണെന്ന് മനസ്സിലാവുന്നില്ല. നല്ല രസമാണ് കാണാൻ. പിങ്ക് കളറിൽ ഉണ്ടോ, അങ്ങ് ഏക്കർ കണക്കിന് സ്ഥലമുണ്ടേ. ഇന്ന ഏരിയയിലുണ്ട്, അങ്ങ് കണ്ണെത്താ ദൂരത്തുണ്ട്. അപ്പുറയാണെങ്കിൽ നേരെ പച്ച കളറും, നേരെ ഇങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഈ കളറ്. ഭയങ്കര രസമാണ്. നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. കാരക്കോരം ഹൈവേ കൂടെയാണ് നമ്മൾ പോകുന്നത്. 5-6 രാജ്യങ്ങൾ കവർ ചെയ്യുന്ന ഹൈവേ ആണിത്. ഓക്കെ, നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യാൻ പോവാണ്, കസാക്കിസ്ഥാന്റെയും കിർഗിസ്ഥാന്റെയും. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസത്തെ യാത്രക്കിടയിൽ ഇപ്പോഴാണ് നമ്മളൊരു മഴ കാണാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടായത്. നമ്മൾ സ്റ്റെപ്പീസ് എന്ന അതേ ഭൂപ്രകൃതിയിലൂടെ കാരക്കോറം ഹൈവേയിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി കസാക്കിസ്ഥാൻ ബോർഡറിലേക്ക് കിർഗിസ്ഥാൻ ബോർഡറിലേക്ക് ഏതാനും 8 കിലോമീറ്റർ മാത്രമാണ്. ഒരു 6-7 മിനിറ്റിൽ നമ്മൾ അവിടെ എത്തും. അപ്പോൾ നല്ലൊരു മഴയ്ക്ക് സാധ്യതയുണ്ട്. അകലെ നിന്നും ഇടി വെട്ടുന്നതും കനത്ത കാർമേഘവും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മഴയായാൽ എന്താവും എന്നൊരു ചെറിയ ആശങ്ക ഇല്ലാതില്ല. എന്നിരുന്നാലും ഇതുവരെയുള്ള കാഴ്ചകളെല്ലാം അതിഗംഭീരമായിരുന്നു. പകൽ സമയം ഈ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഇന്ന് മാറ്റിവെച്ചതാണ്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ പര്യവസാനിച്ചു. കൊൾസായിലേക്ക് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞില്ല സമയക്കുറവ് മൂലം. പകരം നമ്മൾ ഉത്സായി ലേക്ക് ഉണ്ട് നമ്മുടെ കിർഗിസ്ഥാനിൽ കയറി കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ ബോർഡർ പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നമ്മൾ ആ ലേക്കിൻ്റെ ഭാഗത്തേക്കാണ് അടുത്തത് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ മഴയുണ്ടാകാതിരിക്കുകയായിരുന്നുവെങ്കിൽ ആ ഭംഗി കൂടി നമുക്ക് ആസ്വദിച്ച് പോകാൻ കഴിയും എന്ന് പ്രത്യാശ പങ്കുവയ്ക്കുകയാണ്. നമ്മൾ കിർഗിസ്ഥാൻ ബോർഡറിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കിർഗിസ്ഥാൻ ബോർഡറിലോട്ട് എത്താൻ ഇനി 2 കിലോമീറ്ററോടെ ഉള്ളൂ. ഇത് അങ്ങ് കാണുന്നതാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ ബോർഡറും കടന്ന് നമ്മൾ നേരെ ബിഷ്കെക്കിലോട്ടാണ് പോകുന്നത്. ഇന്ന് ബിഷ്കെക്കിലാണ് സ്റ്റേ. ഇന്നും നാളെയും ബിഷ്കെക്കിലാണ് സ്റ്റേ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് നമ്മുടെ ട്രിപ്പ് ഫിനിഷ് ആവുകയാണ്. അങ്ങേറ്റത്ത് കാണാം നമ്മുടെ ബോർഡറിൻ്റെ ഗേറ്റ്.
അപ്പോൾ അവിടെ പാസ്പോർട്ടും വിസയൊക്കെ കൊടുക്കണം. ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല ബിക്കോസ് ഇത് ബോർഡറാണ്, സേഫ്റ്റി ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങ് കാണുന്നതാണ് ബോർഡർ, അതാണ് ബോർഡർ. ഇനി അവിടെ ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. നമ്മൾ അങ്ങനെ കസാക്കിസ്ഥാനിൽ നിന്ന് കിർഗിസ്ഥാൻ്റെ ബോർഡർ കടന്നു. ഇപ്പം ഇവിടെ കടന്നത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ പട്ടാളത്തിൻ്റെ ചെക്ക് പോസ്റ്റാണ്. അവിടെ നിന്ന് വിസ അടിച്ച് തന്നു. ഇവിടെ വലിയ സ്ട്രിക്റ്റ് ഒന്നുമില്ല. നമ്മൾ അൽമാട്ടി എന്നുള്ള ബോർഡറിലല്ല കടന്നേ, കുറച്ച് മാറി ആണ് കടന്നേ. അതായത് നമ്മൾ ആ കെനിയോൻ കാണാൻ പോയിട്ട് വന്ന ആ വഴിക്കാണ് നമ്മൾ ക്രോസ് ചെയ്തത്. അപ്പോൾ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ എല്ലാം വിസയെല്ലാം സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. അങ്ങനെ നമ്മൾ ഇപ്പം കിർഗിസ്ഥാൻ്റെ ഭൂമിയിലൂടെ യാത്രയാവുകയാണ്. ഇവിടെ റോഡ് പണി നടക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ കിർഗിസ്ഥാൻ്റെ ബോർഡർ കടന്ന് കിർഗിസ്ഥാൻ്റെ മണ്ണിൽ പ്രവേശിച്ചിരിക്കുന്നു. ഈ കിർഗിസ്ഥാൻ്റെയും കസാക്കിസ്ഥാൻ്റെയും ബോർഡർ പ്രദേശമായ ഈ ഇടങ്ങളിലാണ് ഈ സ്റ്റെപ്പി അതിൻ്റെ ഏറ്റവും ഡെൻസിറ്റി ഉള്ള മേഖലകളിലൊന്ന്. സ്റ്റെപ്പീസിൻ്റെ ഒരു മാരക വെർഷൻ തന്നെയാണ് നമ്മൾ രണ്ട് സൈഡിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ വന്ന വഴികളെല്ലാം കാരക്കോറം ഹൈവേയുടെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ പണി ഈ അടുത്ത കാലത്താണ് പൂർത്തിയാക്കുകയും ചില ഭാഗങ്ങളിൽ മാത്രം പണിയുകയും അങ്ങനെ അതൊരു പൂർണ്ണ വെർഷനിലേക്ക് എത്തിയിട്ടില്ല. അത് പൂർത്തിയാക്കുമ്പോൾ ചൈനയിലെ ഷിയാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കിർഗിസ്ഥാനിലൂടെ കയറി അതങ്ങ് അഫ്ഗാൻ വരെ പോകുന്ന ഒരു റോഡ് ആണ്. പഴയ സിൽക്ക് റോഡിൻ്റെ പല വെർഷൻസ് കൂടി ചേർന്നതാണ് ഈ പറയുന്ന കാരക്കോറം ഹൈവേ. ഇത് പാകിസ്ഥാനിലൂടെ കടന്നു പോകുന്നുണ്ട്, അഫ്ഗാനിലൂടെ കടന്നു പോകുന്നുണ്ട്, ഇന്ത്യയുടെ പാക്കദീന കാശ്മീരിൻ്റെ ഭാഗത്തൂടെയും ഇത് കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ വിശ്വപ്രസിദ്ധമായ ഒരു ഹൈവേ ആണ്. അപ്പോൾ കിർഗിസ്ഥാൻ്റെ ഭൂപ്രകൃതിയിലേക്ക് നമ്മൾ കടന്നു. കിർഗിസ്ഥാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭൂപ്രദേശത്തിൻ്റെ 90% പർവ്വതങ്ങളാണ്. ബാക്കി 10% മാത്രമേ ജനവാസ യോഗ്യമായിട്ടുള്ള മേഖലയുള്ളൂ. ഇവിടുത്തെ ആളുകളുടെ പ്രധാന ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആടുമാടുകളും കുതിര അങ്ങനെയുള്ള ജന്തുജീവികളെ വളർത്തി ആ കൃഷിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇൻകം സ്രോതസ്. കുതിര ഇവിടെ വളരെ പ്രചാരത്തിലുള്ള ഒരു വളർത്തുമൃഗമാണ്. കുതിരയെ കൊണ്ടുള്ള പല മത്സരങ്ങളും മറ്റുമെല്ലാം ഇവിടുത്തെ വിനോദം. എല്ലാ വില്ലേജിലും തന്നെ കുതിരയെ ഉപയോഗിച്ചുകൊണ്ടുള്ള പല രീതിയിലുള്ള മത്സരങ്ങളുണ്ട്. നമ്മളൊരു മത്സരം നാളെ കാണാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുതിരയുടെ പുറത്ത് കയറി ഒരു കൂട്ടം മത്സരാർത്ഥികൾ വന്ന് ഒരാടിന് വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടത്തിൻ്റെ ഒരു മത്സരമുണ്ട്. നാളെ നമ്മളതൊന്ന് കാണാൻ വരണം എന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എർട്ടുകൾ വളരെ ഫേമസ് ആണ്. ഇവിടുത്തെ ആട് മേഞ്ഞ് നടക്കുന്ന ഒരു നൊമാഡുകൾ എന്ന് പറയും. അതായത് നൊമാഡിക് കൾച്ചർ എന്നാണ് ഈ കിർഗിസ്ഥാൻ്റെ ഒരു ജനജീവിതത്തെ വിശേഷിപ്പിക്കുന്നത്. ആട് മേഞ്ഞും അതുപോലെ ഈ പുൽത്തകടിയിലൂടെ മറ്റ് കൃഷി പരിപാടികളുമായി നടക്കുന്ന ആളുകളെല്ലാം ഇങ്ങനെ എർട്ട് നിർമ്മിച്ച് ആ എർട്ടിലാണ് താമസിക്കുന്നത്. നമ്മൾ എർട്ടിൽ ഒരിക്കൽ താമസിച്ചിരുന്നു. നമ്മൾ ദർവാസ ഗ്യാസ് ക്രേറ്റർ കാണാൻ പോയപ്പോൾ അവിടെ എർട്ടിൽ താമസിച്ചിരുന്നു. അപ്പോൾ ഇവിടെ എർട്ടിൽ നമുക്ക് താമസിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇവിടുത്തെ കുതിരകൾ വളരെ ആകർഷകമായിട്ടുള്ള കുതിരകളാണ്. മറ്റ് പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള കുതിരകളെ വെച്ച് നോക്കുമ്പോൾ അത്യാകർഷകമാണ് അതിനെ കാണാനും. അത് വലിയ വലിയ കൂട്ടങ്ങളാണ്. വളർത്തുമൃഗമായതുകൊണ്ടും അത് കൃഷിക്കും മറ്റ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കും. പിന്നെ കുതിരയുടെ പാല്, കുതിരയിറച്ചി ഇതെല്ലാം ഇവിടെ വളരെ സുലഭമാണ്. ഇവിടുത്തെ പ്രധാന മീറ്റുകളിലൊന്ന് ഹോഴ്സ് മീറ്റാണ്. അതേപോലെ ഈ കുതിരപ്പാല് പുളിപ്പിച്ച് കുടിക്കുന്ന ഒരു രീതിയുണ്ട്. കുതിരപ്പാല് നോർമൽ രീതിയിലും കുടിക്കും. അതേസമയം അത് പുളിപ്പിച്ച് കഴിയുമ്പോൾ അതിനകത്തൊരു ആൽക്കഹോൾ കണ്ടന്റ് വരും. നമ്മുടെ നാട്ടിലെ ആളുകൾ കള്ള് കുടിക്കുന്നത് പോലെ തന്നെ പുളിപ്പിച്ച കുതിരപ്പാല് ഇവിടെ ആൽക്കഹോളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ആൽക്കഹോൾ പെർസെൻറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് 1 ലിറ്റർ കുടിച്ചാലും നമ്മളൊരു 500 മില്ലി ബിയർ കുടിക്കുന്ന ഒരു ഫീലേ വരൂ. 2-3% ആൽക്കഹോളേ അതിൽ വരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പുളിപ്പിച്ച കുതിരപ്പാല് നമ്മൾ ഒന്ന് കുടിക്കാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ. അപ്പോൾ നമ്മളിപ്പോൾ ബിഷ്കേക്ക് ആണ് നമ്മളിന്ന് ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. ബിഷ്കേക്കിലേക്ക് ഏതാണ്ട് 400 കിലോമീറ്ററോളം ദൂരമുണ്ട്. പക്ഷേ നമ്മൾ പോകുന്നത് മറ്റ് 2-3 സ്ഥലങ്ങൾ നിർത്തി കണ്ട് നമ്മൾ
ഒരു ലേക്ക്, പിന്നെ ഇവിടുത്തെ നൊമാഡിക് കൾച്ചറിനെ പ്രതിപാദിക്കുന്ന ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ ആ മ്യൂസിയത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അതിനുശേഷം ലേക്കിൻ്റെ 2-3 വ്യൂ പോയിന്റുകൾ കണ്ട് നമ്മൾ ബിഷ്കേക്കിലേക്ക് പോകും. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അതിനിടയിൽ വിശപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം കാണുന്ന ചായക്കടയിൽ കയറി ഭക്ഷണം കഴിക്കാം എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. റോഡ് വർക്ക് തീർന്നിട്ടില്ലാത്തതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഈ വണ്ടി നമ്മൾ ഈ റോഡെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഇത് 4x4 വണ്ടിയാണ്. ചെളിയിലോ ഇതിൽ വേണമെങ്കിലും നമുക്കിത് ഡ്രൈവ് ചെയ്യാം. നമ്മൾ ഏതൊക്കെ റോഡിലൂടെ ഈ വാഹനം ഡ്രൈവ് ചെയ്യുന്നു എന്ന് നമ്മൾ ആദ്യമേ ഇവർക്ക് എഴുതി കൊടുക്കണം. അതിനനുസരിച്ചാണ് ഇവർ റെൻ്റൽ ചാർജ് വരെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓഫ് റോഡെന്നും മെറ്റലിട്ട് റോഡെന്നും അങ്ങനെ എല്ലാ റോഡുകളും നമ്മളുടെ ലിസ്റ്റിലുണ്ട് എന്ന് നമ്മൾ അവരോട് പറയുകയും അതിനനുസരിച്ചാണ് അവർ കോട്ട് തരുന്നത്. നമ്മുടെ ടയറുകളെല്ലാം അവർ അതിനനുസരിച്ചുള്ളത് മാറ്റിയിട്ട് ആണ് നമുക്ക് വണ്ടി തരുന്നത്. അപ്പോൾ വളരെ മനോഹരമാണ്. സ്റ്റെപ്പി കാഴ്ചകൾ കണ്ട് കുതിരകളെയും നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ യാത്ര തുടരുകയാണ്.